പ്രാദേശിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെ സ്വാധീനം അതുതന്നെയാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലേക്കും ഉറ്റുനോക്കുന്നത്. പ്രത്യേകം ഞാനിപ്പോൾ കോൺഗ്രസ് നേതാവ് ഷുക്കൂറിലേക്ക് പോവുകയാണ്. ഷുക്കൂർ, ഇവിടെ AG ജോർജ് സൂചിപ്പിച്ചതനുസരിച്ച് BJPക്ക് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ BJPക്ക് മേൽക്കൈ മുൻതൂക്കം ഉണ്ടാകുന്നു എന്നതാണ്. മൂന്ന് സംസ്ഥാനങ്ങളിലും ഒരു തുടർ ഭരണ സാധ്യതയുണ്ടെന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലുമുള്ള ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ്? ഈ പറയുന്ന മൂന്ന് സംസ്ഥാനങ്ങള് മറ്റു സാധാരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ വിശകലനം കാണാനാകില്ല. കാരണം അവിടെയൊക്കെ എല്ലാം ഈ സമ്മർദ്ദ രാഷ്ട്രീയം ഏത് രൂപത്തിൽ വരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലിരിക്കും ഭരണകക്ഷി. ഇപ്പോൾ BJP അത്തരത്തിലേക്ക് അവരുടെ മാനേജ്മെന്റ് ആ രൂപത്തിലേക്ക് പോകാറുണ്ട്. പ്രത്യേകിച്ച് മേഘാലയയിലാണെങ്കിലും നാഗാലാൻഡിലാണെങ്കിലും. ത്രിപുരയില് വ്യത്യസ്തമായ സ്വഭാവം ഉണ്ട് താനും. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തായാലും BJPക്ക് ഒരു വലിയ മേൽക്കൈയിലേക്ക് പോകാൻ ഇത്തവണ കഴിയുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം BJPയുടെ ഈ സംവിധാനങ്ങളും നയങ്ങളും ഇപ്പോൾ എത്ര ജനങ്ങളെ ഗൗരവതരമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന്റെ പ്രകടമായ ഒരു തെളിവാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഗ്യാസിന് വില കൂട്ടി. അപ്പോ എത്രമാത്രം ജനവഞ്ചനയാണ് BJPയുടെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ സർക്കാർ ജനങ്ങളോട് കാട്ടുന്നത് എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ വില കൂടത്തില്ല, ഗ്യാസിന് കൂടത്തില്ല, ഡീസലിന് കൂടത്തില്ല, പെട്രോളിന് കൂടത്തില്ല. ചിലപ്പോൾ ഒരു 2 പൈസയുടെ കുറവ്, ഒരു 5 പൈസയുടെ കുറവ്, 10 പൈസയുടെ കുറവ് പല തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുണ്ട് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ, വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ BJP പിന്തുണ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആർജിച്ചുകൊണ്ട് അപ്പോൾ തന്നെ വില ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വോട്ടർമാരോട് കാണിക്കുന്ന ഈ നിഷേധമുണ്ടല്ലോ, ഈ നീതി നിഷേധം, ഇത് വലിയ കാപട്യത്തിന്റെ മുഖമാണ് BJPയുടേതെന്ന് ഇത്തവണയെങ്കിലും തിരിച്ചറിയപ്പെടുന്ന സന്ദർഭത്തിലേക്ക് ഭാരതീയ സമൂഹം പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ നിലപാട് കോൺഗ്രസ് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ ത്രിപുരയിൽ എടുത്തിട്ടുണ്ട്. ത്രിപുരയിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ വിഘടിച്ചു പോകാൻ പാടില്ല, CPMന്റെ വോട്ടുകൾ വിഘടിച്ചു പോകാതിരിക്കാൻ BJPയെ പരാജയപ്പെടുത്തുന്ന ഒരു നിലപാടിന്റെ ഭാഗമായി ഒരുമിച്ച് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേകൾ, ഒപ്പീനിയൻ പോൾ, പോളിംഗിന് ശേഷം പുറത്തു വന്നിട്ടുള്ളത് മനസ്സിലാക്കുമ്പോൾ ചില സൂചനകൾ BJPക്ക് അനുകൂലമാണെന്ന് പറയുമ്പോഴും അത് അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായി നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്തായാലും നാളെ വോട്ടെണ്ണൽ നടക്കും, അപ്പോഴേക്ക് കാര്യങ്ങൾ പുറത്തു വരും. എന്നാൽ മേഘാലയത്തിലും നാഗാലാൻഡിലും BJP വിട്ടമുണ്ടാകും. അത് എത്ര തോതാണ് എന്നുള്ളത് യാതൊരു അത് നമുക്ക് നാളെ അറിയാൻ കഴിയും. ഏതായാലും കഴിഞ്ഞ കാലങ്ങളെ പോലെ BJPക്ക് ഒരു വലിയ അപ്രമാദിത്യം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമില്ല.